അന്നേരം നമ്മൾ ഒന്നുകൂടെ അടുപ്പിച്ച് വെച്ച് കാണിച്ചു തരാം. അതാണ് ഇതാണ് നമ്മൾ ബഡ് ചെയ്ത പ്ലാന്റ് ഇരിക്കുന്ന ഇരിപ്പ് കണ്ട. അന്നേരം ഇതിനകത്ത് ഇതൊന്നും ആവശ്യമില്ലാത്തതാണ്. അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മേളിൽ നിന്നോ താഴെ നിന്നോ കട്ട് ചെയ്ത് കളയുന്നത് അത് കട്ട് ചെയ്ത് കളയണം. കണ്ടില്ലേ? ഇനി അടുത്തത് മേൾ ഭാഗത്ത് പതുക്കെ സമാധാനത്തിൽ നല്ല ഷാർപ്പായിട്ടുള്ള പുതിയതായിരിക്കണം കട്ട് ചെയ്യുന്ന വരിക. നമ്മളെ സുന്ദരമായ റെഡ് വരിക. നമ്മൾ കഴിക്കുന്ന വീഡിയോ കണ്ടിട്ടുള്ള വരിക്ക പ്ലാവിൻ്റെ തൈകൾ നമ്മൾ ഇവിടെ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ഇന്ന് അതിൻ്റെ കറക്റ്റായിട്ട് ഉള്ള സ്റ്റേജും അതേപോലെ എന്തൊക്കെ ചെയ്ത് നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാമെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ആണ്. ഇതിനകത്ത് കുറേ മുള പൊട്ടിയിപ്പുണ്ട്. കുറേ തൈകൾ മുള പൊട്ടിയിപ്പുണ്ട്. അന്നേരം നമ്മളിപ്പം കെട്ടഴിച്ച് വിട്ടതിന് ശേഷം കുറച്ച് പ്ലാന്റുകൾ നമ്മൾ ആവശ്യമില്ലാത്ത, അതായത് ബഡ് അല്ലാതെ നമ്മൾ കിളിച്ച് വയ്ക്കുന്നുണ്ട്. അത് കാണിച്ചു തരാം. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാന്റ് ഇപ്പോൾ നമ്മൾ സാമ്പിൾ എടുക്കുക. ഇതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് എടുത്തു. കാണാൻ പറ്റുന്നുണ്ട്. ഇച്ചിരി അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇത് കിളിയലാണ്. നമ്മൾ ബഡ് ചെയ്തേക്കുന്ന ഭാഗം ഇതാണ്. ഇതിനകത്തൊരു കിളിയൽ വന്നിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ട് ഇല്ലേ? അവിടെ നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞെക്കിയാണ് കാണാം. അന്നേരം ഈ ഒരു ഭാഗത്താണ് നമുക്ക് വേണ്ടത്. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഒരുപാട് പ്ലാന്റുകൾ പൊട്ടിക്കളിച്ചുമുണ്ട്. അന്നേരം അതിനെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. അതിനായിട്ട് നമ്മൾ പുതിയ ഷാർപ്പായിട്ടുള്ള ഒരു ബ്ലേഡ് എടുത്തുകൊണ്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളയണം. ഇല്ലെന്നുണ്ടെങ്കിൽ ആഹാരം മൊത്തം എടുത്തുകൊണ്ട് അവൻ വളർന്നങ്ങ് പോകും. നമ്മളെ ചെടി നമ്മൾ ബഡ് ചെയ്ത് വേസ്റ്റായി പോകും. കണ്ടില്ലേ? ഈ ഭാഗത്ത് 4 എണ്ണം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ബഡ് ചെയ്ത ഭാഗത്തു നിന്ന് മുള പൊട്ടുന്നതാണ് ഈ കാണുന്നത്. ഇതിനെ മാത്രം നമ്മൾ അവിടെ നിർത്തിയേക്കുന്നു. കണ്ടില്ലേ? നമ്മൾ ഇതേപോലൊരു പ്ലാവ് മേടിച്ച് വീട്ടിൽ കൊണ്ട് വെക്കുമ്പം ആളുകൾക്ക് അറിയത്തില്ല ഇതെങ്ങനെയാ ഉണ്ടായെന്ന്, അല്ലേ? അന്നേരം നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ആണ് നമ്മൾ ഇതേപോലൊരു പ്ലാവ് ബഡ് ചെയ്ത് ഉണ്ടാകുന്നത്. ഇത് വിയറ്റ്നാം സൂപ്പർ ഏർലി വരിക്ക പ്ലാവൊക്കെ പെട്ടെന്ന് ഒട്ടിയെടുക്കുന്ന വെറൈറ്റിയാണ്. ഇത് റെഡ് ചാക്ക്, നമ്മളെ രക്തചുവപ്പുള്ള വരിക്ക ചാക്ക് നമ്മൾ കഴിക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവാം. ആ വീഡിയോ എടുക്കുന്നത്, ആ പ്ലാവ് ഉണ്ടാക്കിയെടുത്ത രീതിയാണ് ഈ കാണുന്നത്. ഇത്തരത്തിലുള്ള നല്ല അടിപൊളി വെറൈറ്റി ഒരു വരിക്ക പ്ലാവിൻ്റെ 500-ൽ പരം തൈകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. ഈ പ്ലാവിനകത്തുനിന്ന് നല്ലപോലെ വളർത്തി എടുത്ത് നിർത്തിയേക്കുന്ന ഒരു പ്ലാവാണ് ഈ കാണുന്നത്. ഇത് ഉണ്ടാക്കുന്നത് നിസാരപ്പെട്ട കാര്യമൊന്നുമില്ല. ഒരുപാട് 500 എണ്ണം ചെയ്താൽ 50 എണ്ണം 100 എണ്ണം കിട്ടും. ഇതിപ്പോൾ എത്ര എണ്ണം കിട്ടും നമുക്ക് നോക്കാം. ഇതിപ്പോൾ മുള പൊട്ടി കുറച്ച് ദിവസം കഴിയും. ഇപ്പോൾ തന്നെ ഏകദേശം ഒട്ടിച്ചിട്ട് നിങ്ങൾ നമ്മളെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഈ വീഡിയോ ചെയ്തേക്കുന്നത് ആണെങ്കിൽ അന്നേരം ഈ വീഡിയോ ചെയ്തേക്കുന്ന കുറേ ദിവസം ഏകദേശം ഒരു 1.5 മാസത്തെ വളർച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു ബഡ് ഇതേപോലെ വളർന്ന് കിട്ടിയത്. വളരെ സ്ലോ ഗ്രോത്ത് ആണ്. അന്നേരം നമുക്ക് ഇതേപോലെ നല്ലൊരു പ്ലാവിനെ വളർത്തി ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക. ഇത്ര വളരെ ചീപ്പായിട്ട് കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിന് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളെ തെളിവ്. ഇത്രയും പ്ലാന്റ് ചെയ്യുമ്പോൾ ഇത്രയും പ്ലാന്റ് അതിനകത്ത് കിട്ടാറുള്ളൂ. അന്നേരം ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഓപ്പൺ ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നത്. അന്നേരം എന്താ പറയുക, ഇത്രയും നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാവ് ഉണ്ടാക്കിയെടുക്കുമ്പം ഇത്രയും സഫർ ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ ഏകദേശം ഇപ്പോൾ തന്നെ ഒരു 1.5 മാസം കഴിഞ്ഞിട്ട് ആകെ വളർന്നേക്കുന്നത് 1 ഇഞ്ച് വലിപ്പം വന്നിട്ടില്ല. 1 ഇഞ്ച് വലിപ്പം വന്നിട്ടില്ല ഈ പ്ലാവിന്. അതാണ് ഇത്രയും വളർത്തി സെറ്റാക്കി കവറ് മാറി തെളിച്ച് നിങ്ങൾക്ക് തരുന്നത്. അന്നേരം അതിനുള്ള എഫേർട്ട് എന്തുമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അല്ല ലോക്കൽ വെറൈറ്റി കൂതറ പ്ലാവുകൾ മേടിച്ച് വെക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കുറച്ച് വിലയിലും കുറേ കിട്ടും. പക്ഷേ എന്നാലും അതെല്ലാം അതിൻ്റെ ജെനുവിനായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കാണിച്ചു തന്നതാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം റെഡ് ജാക്കാണ്. ഇത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. അന്നേരം എന്താ പറയുക, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. 1 മാസം മുമ്പിട്ട വീഡിയോ ഇതിനകത്ത് കിടപ്പുണ്ട്. ഇന്ന് ആ സാധനം തന്നെയാണ് എടുത്തിട്ട് 35 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വീഡിയോ ഇട്ടത്. 28ാമത്തെ ദിവസം നമ്മൾ ഇളക്കിയ വീഡിയോ ഇട്ടിട്ടുണ്ട്. അന്നേരം ഇത്രയും വീഡിയോകൾ കിടപ്പുണ്ട്. അന്നേരം നിങ്ങൾക്കിത് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ് മേടിച്ച് വയ്ക്കുമ്പോൾ നല്ലത് വയ്ക്കുക. നടുമ്പോൾ നല്ലത് മാത്രം നടാനായിട്ട് ശ്രമിക്കുക. ബ്ലേഡിനകത്താകുമ്പോൾ പടപടാ നമുക്ക് കട്ട് ചെയ്ത് വിടാൻ പറ്റും. കണ്ടില്ലേ? ഇനി ഈ മേൽഭാഗത്ത് ഒരു ഇച്ചിരി കൂടെ പോകണ്ട, അതും കൂടെ കട്ട് ചെയ്താണ് നേരം. അങ്ങനെയാണ് നമുക്ക് ബഡ് ചെയ്ത പ്ലാന്റുകളിൽ ബഡ് ചെയ്ത ഭാഗം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് കാണാൻ ഈ ഭാഗമാണ് ബഡ് കിളിച്ചിരിക്കുന്നതാണ് ഇപ്പം കാണുന്നത്. ഇതാണ് വലിയൊരു പ്ലാവായിട്ട് മാറ്റിയെടുക്കുന്നത്. എന്തുമാത്രം കഷ്ടപ്പാടിലായി ഇത് വളർത്തിയെടുക്കുന്നത് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അതേപോലെ ഇത് അടുത്തത്. ഇത് ബഡ് പിടിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ പച്ചപ്പില്ല. ഇതങ്ങ് മാറ്റി വെച്ചു. ഇത് കിളിച്ചതാ, ഇതങ്ങ് മാറ്റി വെച്ചു. അടുത്ത പ്ലാന്റ് എടുത്തേ. ഈ പ്ലാന്റ് ശ്രദ്ധിച്ചേക്കാം. നിങ്ങളൊരു കർഷകനാണ്, നിങ്ങൾ ചെടിയെ ഇഷ്ടപ്പെടുന്നവരാണോ? ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെയൊക്കെ പ്രയോജനപ്പെടും.
ദാണ്ട് ഇതാണ് നമ്മളെ ബഡ്. ഈ ബഡ് പിടിച്ചിട്ടില്ല, ഇതാ കണ്ടില്ലേ, ആ ബഡ് പോയി. ഇനി നമുക്കിത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ദാണ്ട് പച്ച കളറിൽ കാണേണ്ട സാധനം ദാണ്ട് ഇതേപോലെ നോക്കുമ്പോൾ പച്ച കളറില്ലാതെ പഴുത്ത് പോയി. ഇനി ഇത് വളർത്തിയെടുക്കുകയാണെന്നെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ഭാവിയിൽ ചെയ്യാനായിട്ട് പറ്റും. ഏതെങ്കിലും ഒരെണ്ണത്തിനെ വളർത്തിയെടുക്കുക, ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയുക. കണ്ടില്ലേ, ഒരെണ്ണം ഇവിടെ നിർത്തിയേക്കുക. നമുക്ക് ഇച്ചിരി വളർന്നു വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ചെയ്യാൻ പറ്റും, അത്രയേ ഉള്ളൂ. ഈ കാണുന്ന എല്ലാം ബഡ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അതിനകത്ത് ഇതേപോലെ ഓരോന്നെടുത്ത് കട്ട് ചെയ്ത് അതിനകത്തുനിന്ന് ആവശ്യമില്ലാത്തതെല്ലാം നമുക്കെടുത്ത് മാറ്റണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ളത് ദാണ്ട് ഇതേപോലെ കിളിയിൽ വരുന്നതിനെ നമുക്ക് മാറ്റി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. ബാക്കിയുള്ളതൊന്നും ആവശ്യമില്ല. ഇതൊക്കെ കട്ട് ചെയ്ത് കളയാനുള്ളതാണ്, കണ്ടില്ലേ. അതെല്ലാം കട്ട് ചെയ്ത് കളയണം. ആവശ്യമുള്ളത് മാത്രം നിർത്തുക. ഇത്രത്തോളം നോക്കി വളർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഒരുപാട് ഡാമേജ് വരുന്നത് അതൊക്കെ ഡാമേജ്ഡാണ്. അതായത് കിളി ഒരുപാട് ചെയ്തെങ്കിൽ മാത്രമേ കിട്ടും. പിന്നെ എങ്ങനെയാണ് ഈ 10-30 രൂപയ്ക്കൊക്കെ ഇത്രയും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കൊടുക്കാൻ പറ്റുന്നത് എനിക്കറിയത്തില്ല. കാര്യം അതുകൊണ്ട് ഒരു 500 എണ്ണം ചെയ്തതിനകത്ത് അങ്ങേയറ്റം പോയ ഒരു 50 എണ്ണം കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. മനസ്സിലായ? കണ്ടില്ലേ, ബഡ് കിളിച്ചു. ഇത് മാത്രം മതി നമുക്ക്. നല്ല ക്വാളിറ്റിയുള്ള റെഡൊക്കെ കിട്ടാൻ പിന്നെ പാടാം. വിയറ്റ്നാം സൂപ്പർ എർലി ഒന്നും പിടിക്കുന്ന അത്രയും ഒരു ഗമാലിറ്റിയിൽ കിട്ടത്തില്ല. ഇതിനെ ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കളയുക. അതേപോലെ കട്ട് ചെയ്ത് കളയുക. അല്ല, നോമ്പ് മാത്രം കളഞ്ഞാൽ മതി. നോമ്പ് മാത്രം കട്ട് ചെയ്ത് കളഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മറ്റേവനെ വളർത്തിയെടുക്കാൻ. ഇത് മാത്രം തുടരരുത്. കാര്യം അത് നമ്മൾ കഷ്ടപ്പാട്ട പണിയെടുത്ത് കിട്ടിയതിനകത്ത് കുറച്ചാണ്. അതിൻ്റെ തൊലി പോണ്ട. അത് മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. കണ്ടില്ലേ, അതിനെ മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ളതാണ്ട് ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. ഇതിനെയൊക്കെ നമുക്ക് നഖം കൊണ്ടെങ്കിലും തുള്ളി കളഞ്ഞു കഴിഞ്ഞാൽ നല്ലത്. കണ്ടില്ലേ, ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിന് ഇത്രയും ക്വാളിറ്റിയുള്ള പ്ലാന്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇപ്പോൾ ഇത്രയും ചെയ്ത് വെച്ചതിനകത്ത് ആകെ ഒരു 100 എണ്ണം കിട്ടത്തുള്ളൂ. 500 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നല്ല റെഡ് വരിക്കുക. 500 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50 എണ്ണം 100 എണ്ണം പ്രതീക്ഷിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്ര എണ്ണം കിട്ടുമെന്ന് നോക്കിയിട്ടേ നമുക്കത് പറയാനായിട്ട് പറ്റത്തുള്ളൂ. എന്തുകൊണ്ട് ആ ഒരു പ്ലാന്റ് എടുത്തേണം. ആ ഒരു പ്ലാന്റ് അത് അതിനിപ്പുറത്ത് അതിട് ആ ചെടി ഇതിങ്ങനെ നോക്കി എടുക്കണം കേട്ടോ. ഇതിപ്പം മാറ്റി അടുത്തത് നോക്ക്. ഇതിനകത്ത് വരുന്ന കളയൊക്കെ കളയണം. കാര്യം അതിൻ്റെ വളം എടുത്ത് വേണം ഈ ബഡ് വളരാനായിട്ട്. അതിൻ്റെ കള അല്ലെങ്കിൽ വളം എടുത്തുകൊണ്ടങ്ങ് പോകും. നമ്മൾ കഷ്ടപ്പെടുന്നത് വെറുതെ ആയിപ്പോവും. കണ്ടില്ലേ, ഇതിനകത്ത് എന്തുമാത്രം ക്ലിയറാണ് വന്നേക്കുന്നത് നോക്കി. അതിന് നമ്മളെന്തോ ചെയ്യും, അതിനെ ഇതെടുത്ത് പതുക്കെ കൊണ്ട് കാണിച്ച് ഇത് കട്ട് ചെയ്ത് നോക്കിക്കോണേ. ഇത് സേഫായിട്ടൊന്ന് നോക്കിക്കോണേ. ഇവിടെ ഇത് കട്ടി. അത് ഒരുപാട് ചേർക്കണ്ട. ഇവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം. അതേപോലെ ഇത് കണ്ടേ, ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങളെ വീട്ടിൽ ഒരു പ്ലാവ് മേടിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതാണ് ബഡ്. ഇതിൽ നിന്ന് മാത്രമേ നമുക്ക് കിളിയിൽ വന്നിരിക്കുന്നത്. ഈ കിളിയിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഈ ഒരു കിളിയിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഈ ഒരു കിളിയിൽ ബാക്കിയുള്ളത് അതിൻ്റെ മേളിൽ നിന്ന് വരുന്നതിനെ നമ്മൾ ഇതേപോലെ അടത്തി കളയണം. കണ്ടില്ലേ, നോക്കി മനസ്സിലാക്കുക. ഇത് മാത്രം മതി നമുക്ക്. ബാക്കിയൊന്നും നമുക്ക് ആവശ്യമില്ല. ഈ സൈഡിൽ നിന്ന് ഒരു കുഞ്ഞ് കിളിയിൽ വരുന്നുണ്ട്. അതൊക്കെ കണ്ണിൽ പെടണം, കട്ട് ചെയ്ത് കളയണം. അല്ല, ഇത് മാത്രം നമ്മൾ വളർത്തിയെടുക്കുന്നു. ഇത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിലൊരു പ്ലാവ് മേടിച്ച് വെച്ചാലും ഇതാണ് ഇപ്പോൾ ഈ ചെയ്ത ഈ ഒരു പ്രോസസ്സാണ്. ഈ ഒരു ബഡ് പിടിച്ച് വളർന്ന് ഇങ്ങനെ നിൽക്കുന്നത്. അതായത് ഈ ചെയ്ത് വെച്ചേക്കുന്ന സാധനമാണ് ഇതേപോലെ ബഡ് ചെയ്തത് വളർന്ന് നിൽക്കുന്നത്. എങ്ങനെയുണ്ട്?